Good morning, students. In the previous class we have discussed what is integral test. I am repeating it here. The integral test says that let ai be a sequence of positive terms. Suppose that ai equal to f of I, where f of x is a continuous positive decreasing function of x for all x greater than or equal to 1, then if integral 1 to infinity f of x dx converges, so does sigma I equal to 1 to infinity ai. And if sigma integral 1 to infinity f of x dx diverges, so does sigma I equal to 1 to infinity ai. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 1 to infinity കൺവേർജ് ചെയ്യുവാണെങ്കിൽ ആ സീരീസ് കൺവേർജൻ്റ് ആണ്, ഡൈവേർജ് ചെയ്യുവാണെങ്കിൽ സീരീസ് ഡൈവേർജൻ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന റിസൾട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് show that the series sigma m equal to 2 to infinity 1 by m into ln m of raised p, where p greater than 0 converges if p greater than 1 and diverges if 0 less than p less than or equal to 1. സോ നമുക്ക് ഇവിടുത്തെ സീരീസ് എന്ന് പറയുന്നത് 1 by m into ln m ഹോൾ റേസ്ഡ് p. അവിടെ എമ്മിനാണ് വേരിയേഷൻ, വേർ പി ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത് ഏതൊക്കെ പി വാല്യൂസിനാണ് കൺവെർജൻ്റ്, ഏതൊക്കെ പി വാല്യൂസിനാണ് ഡൈവേർജൻ്റ് എന്നുള്ളതാണ് നമ്മളിതിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഏത് എം എന്നുള്ള വേരിയബിളിനാണ് ഇവിടെ വേരിയേഷൻ വരുന്നത്. അപ്പോൾ ആ എമ്മിന് പകരം എക്സ് ഇട്ടിട്ടുള്ള ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x into ln of x ഹോൾ റേസ്ഡ് p, where p greater than 0. So this is our f of x. ഇനി f of x p greater than 0 ആണ്. അപ്പോൾ x ഇൻക്രീസ് ചെയ്യുന്തോറും ln x ഇൻക്രീസിങ് ആണ്. അപ്പോൾ 1 by x into ln x എന്ന് പറയുന്നത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്, കൂടാതെ പോസിറ്റീവ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇവിടെ m ഈക്വൽ ടു 2 to infinity ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ 2 to infinity ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെൽ, വേർ f ഈസ് പോസിറ്റീവ്. അപ്പോൾ എഫ് പോസിറ്റീവ് ആണ്, ഡിക്രീസിങ് ആണ്. പിന്നെ നമുക്കപ്പം ഇൻ്റഗ്രൽ ടെസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ച് ഈ സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് വി ഹാവ് ടു ചെക്ക് വെദർ ദ ഇൻ്റഗ്രൽ 2 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ് ഓർ ഡൈവേർജസ്. അപ്പോൾ അതിനായിട്ട് ഇൻ്റഗ്രൽ 2 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺസിഡർ ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 to infinity 1 by x into ln x ഹോൾ റേസ്ഡ് p dx. ആൻഡ് ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ് യൂസിങ് ദ ഫോർമുല ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 2 to b 1 by x into ln x ഹോൾ റേസ്ഡ് p dx. ഇനി ഈ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ln xന് സം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1 by xനെ നമുക്ക് 1 by x dx എന്നുള്ളത് du എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. സോ പുട്ടിങ് ln x ഈക്വൽ ടു യു 1 by x dx ഈക്വൽ ടു du in this integral 1 by x into ln x whole raised p is equal to integral 1 by u raised p du. ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് യു റേസ്ഡ് 1 minus p ഡിവൈഡഡ് ബൈ 1 minus p ആണ്. ഇഫ് p നോട്ട് ഈക്വൽ ടു 1, p ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ ഇത് 1 by u എന്നായി മാറും. അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ln u ആണ്. സോ ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു ln u ഇഫ് p ഈക്വൽ ടു 1. ഇനി യുവിനെ നമ്മളുടെ ആക്ച്വൽ വാല്യൂ ആയി ln x വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു ln x ഹോൾ റേസ്ഡ് 1 minus p ഡിവൈഡഡ് ബൈ 1 minus p ഇഫ് p നോട്ട് ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു ln ഓഫ് ln x ഇഫ് p ഈക്വൽ ടു 1. ഇനി നമുക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 2 to b അപ്ലൈ ചെയ്തിട്ട് അതിൽ b ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കണം. സോ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടിയ ഈ വാല്യൂസ് ഉണ്ട് അത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എഴുതുമ്പം ഇവിടെ എക്സുകൾക്കാണ്, എക്സിന് ആദ്യം അപ്പർ ലിമിറ്റായി b കൊടുക്കുന്നു, മൈനസ് പിന്നെ ലോവർ ലിമിറ്റായി 2 കൊടുത്താൽ കിട്ടുന്ന വാല്യൂ അതാണ് ഈ എഴുതിയിട്ടുള്ളത്. ln b റേസ്ഡ് 1 minus p മൈനസ് ln 2 റേസ്ഡ് 1 minus p ഡിവൈഡഡ് ബൈ 1 minus p ഇഫ് p നോട്ട് ഈക്വൽ ടു 1 ആൻഡ് ഈസ് ഈക്വൽ ടു ln ഓഫ് ln b minus ln of ln 2 if p equal to 1. Now we have to apply the limit b tends to infinity. ഇപ്പോൾ b tends to infinity അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ വാല്യൂ എങ്ങനെ വരും എന്നുള്ളത് ഈ 1 minus p യുടെ വാല്യൂവിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ln എന്നുള്ളതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പം ln ബിയുടെ വാല്യൂ കൂടുന്തോറും ln ബിയുടെ വാല്യൂ കൂടി വരികയാണ് ചെയ്യുക. ഇഫ് ദിസ് പവർ ഈസ് പോസിറ്റീവ്, അതായത് 1 minus പിയുടെ വാല്യൂ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയാൽ, അതായത് 1 ഗ്രേറ്റർ ദാൻ പി ആയാൽ ഇത് വാല്യൂസ് കൂടി വരും. സോ ഇറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി എന്താണ് പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് ഒരു എന്താണ്
1 മൈനസ് പി എന്നുള്ളത് നെഗറ്റീവ് വാല്യൂ ആവും. അപ്പോൾ ഇത് അടിയിലേക്ക് പോകും. അപ്പോൾ അടിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇതൊരു ടെൻസ് ടു 0 എന്നുള്ള രീതിയിലുള്ള വാല്യൂ കിട്ടും. സോ അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ സോ ദ കൺക്ലൂഷൻ ഈസ് ഇറ്റ്സ് വാല്യൂ ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ഇറ്റ്സ് വാല്യൂ ഈസ് പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിക്കഴിഞ്ഞാൽ 1 മൈനസ് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആവും. അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ln(2), അതായത് ഇത് 0യിലേക്ക് പോകും. 1 ബൈ ലാർജ് വാല്യൂ എന്നുള്ള രീതിയിൽ ഇത് 0യിലേക്ക് പോകും. ബാക്കിയുള്ള വാല്യൂ എന്ന് പറയുന്നത് ln(2) റേസ്ഡ് 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി മൈനസ് 1. അതായത് ഇവിടെ ഒരു മൈനസും ഈ 1 മൈനസ് പിയും കൂടെ ചേർത്ത് പി മൈനസ് 1 എന്ന് എഴുതിയതാണ്. ഓക്കെ. ആൻഡ് ഈക്വൽ ടു, അതായത് ലെസ് ദാൻ 1 ആയാൽ, പി ലെസ് ദാൻ 1 ആയാൽ ഇത് പോസിറ്റീവായി നിൽക്കും. അപ്പോൾ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇനി ഈക്വൽ ടു 1ൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ln(ln)b ആണ് ഇവിടെ. ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുക. സോ ln(infinity) അത് ഇൻഫിനിറ്റിയിലേക്ക് തന്നെയാണ് പോകുക. അപ്പോൾ ഈക്വൽ ടു 1ലും അത് ഡൈവേർജൻ്റ് ആണ്, ലെസ് ദാൻ 1ലും 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1ലും ഡൈവേർജൻ്റ് ആണ്. സോ ദ കൺക്ലൂഷൻ ഈസ് ഇൻ്റഗ്രൽ 2 to infinity f of x dx converges if p greater than 1 and diverges if 0 less than p less than or equal to 1. അപ്പം ഇതും ഓർത്തു വെക്കേണ്ട ഒരു റിസൾട്ടാണ്. നമുക്ക് പലയിടത്തും കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യുന്നിടത്തൊക്കെ ഇത് ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് ഒരു എറർ കാൽക്കുലേഷൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വായിച്ചിരുന്നാൽ മതി. അടുത്തതും ഒരു എറർ കാൽക്കുലേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് സിഗ്മ n equal to 1 to infinity 1 by n square equal to pi square by 6. Use this equation to calculate pi square by 6 with an error less than 0.05. അപ്പോൾ ഇവിടെ ഒരു ഈ സീരീസിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് ഇത്. അപ്പം ഇതിൻ്റെ വാല്യൂ നമ്മൾക്ക് ഈ സീരീസിൻ്റെ എത്രത്തോളം ടേംസ് നമ്മൾ ഈ സമ്മിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ വാല്യൂവും നമ്മൾ എടുക്കുന്ന ആ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ 0.05 ആവും. അതാണ് നമ്മൾക്ക് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ വി നോ ദാറ്റ് ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എ പി സീരീസ് സിഗ്മ n equal to 1 to infinity 1 by n raised p by its nth partial sum sigma n equal to 1 to n 1 by n raised p is 1 by p minus 1 into ക്യാപിറ്റൽ n raised p minus 1. ഇതാണ് ആ എററിൻ്റെ ഫോർമുല. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ n എത്ര ചൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് എറർ ലെസ് ദാൻ 0.05 എന്നുള്ളതാണ്. അപ്പം ഈ എറർ ലെസ് ദാൻ 0.05 ആക്കാനായിട്ട് ഇവിടെ p എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ആ വാല്യൂം കൂടെ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ 1 by p minus 1 എന്ന് പറയുമ്പോൾ 2 minus 1 എന്താണ് തന്നെ ആയി പോകും. അതുപോലെ ഇവിടുത്തെ p minus 1 എന്നുള്ളത് എന്തായി മാറും? 2 minus 1 that is 1. അപ്പോൾ 1 by n എന്നായി മാറും ഈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 1 by n ലെസ് ദാൻ 0.05 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 20 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് കിട്ടും. സോ വി ക്യാൻ ചൂസ് ദ സ്മോളസ്റ്റ് n ഈക്വൽ ടു 20. അപ്പോൾ n ഈക്വൽ ടു 20 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ വാല്യൂം പൈ സ്ക്വയർ ബൈ 6ൻ്റെ ആക്ച്വൽ വാല്യൂം നമുക്ക് ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 20 വരെയുള്ള ടേംസ് വെച്ച് എടുത്തിട്ടുള്ള സമം തമ്മിലുള്ള ഡിഫറൻസ് 0.05നേക്കാളും കുറഞ്ഞിരിക്കും. അപ്പോൾ അതുവരെ 20 ടേംസ് വരെ എടുത്തിട്ടുള്ളതാണ് ഈ സമ്മ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ദ കമ്പാരിസൺ ടെസ്റ്റ്. അപ്പം രണ്ട് രീതിയിലുള്ള കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നുണ്ട്. ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റും റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റും. ഇപ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റാണ് ആദ്യം പറയുന്നത്. സിഗ്മ i equal to 1 to infinity ai ആൻഡ് സിഗ്മ i equal to 1 to infinity bib സീരീസസ് സച്ച് ദാറ്റ് മോഡ് ai ലെസ് ദാൻ ഓർ ഈക്വൽ ടു bi. മോഡ് ai ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു bi. If sigma i equal to 1 to infinity bi is convergent, then so is sigma i equal to 1 to infinity ai. അതായത് താഴെയുള്ള സീരീസ് മോഡുലസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം വലിയ സീരീസ് തന്നെ കൺവേർജൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സീരീസും അതിനേക്കാൾ കുറഞ്ഞ വാല്യൂ വരുന്ന ഈ സീരീസും കൺവേർജൻ്റ് ആവും എന്നുള്ളതാണ്. ഇത് ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതെല്ലാം ഓരോ പ്രോബ്ലം കിട്ടുമ്പോഴും ഏതാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിന് പ്രോബ്ലംസ് ചെയ്യാൻ കിട്ടുള്ളൂ. ഷോ ദാറ്റ് ദ സീരീസ് ഈസ് കൺവേർജൻറ്റ്. സിഗ്മ i equal to 1 to infinity minus 1 raised i divided by i into 3 raised i plus 1.
അപ്പോൾ ഇവിടെ -1 എന്നുള്ളതാണ് നമ്മളുടെ -1 ഡിവൈഡ് ബൈ i × 3 എന്നുള്ളതാണ് നമ്മളുടെ തന്നിട്ടുള്ള സീരീസ് എന്ന് പറയുന്നത്. അതിന് AI എന്ന് വിളിക്കുന്നു. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന BI ആയിട്ട് എടുക്കുന്നത് 1/3 ആണ്. അപ്പോൾ 1/3 എടുത്തു കഴിഞ്ഞാൽ i × 3 എന്ന് പറയുന്നത് ഇതിലെ ഒരു 3നെ നമുക്ക് ഈ iനോടൊപ്പം കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 × 3 എന്ന് എഴുതാം. അതായത് 3i × 3 എന്ന് എഴുതാം. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 3i ആണ്. ഗ്രേറ്റർ ദാൻ 3i ആണ്. ഓക്കെ, സോ നമുക്ക് ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോഡ് AI എന്ന് പറയുന്നത് 1/i × 3i+1 വിച്ച് ഈസ് ലെസ് ദാൻ 1/3i. ഇവിടെ i × 3i+1 ഗ്രേറ്റർ ദാൻ 3i ആണ്. അപ്പം റെസിപ്രോക്കൽ എടുക്കുമ്പം ലെസ് ദാൻ എന്നുള്ള രീതിയിൽ വരും. വിച്ച് ഈസ് ഈക്വൽ ടു അവർ BI. സോ മോഡ് AI ലെസ് ദാൻ BI എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സിഗ്മ BI കാൽക്കുലേറ്റ് ചെയ്യുമ്പം സിഗ്മ i = 1 × 1/3i ആണ്. അപ്പോൾ ഇത് ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ റേഷ്യോ 1/3 ആണ്. അപ്പോൾ കോമൺ റേഷ്യോ 6 1/3 വിച്ച് ഈസ് ലെസ് ദാൻ 1. therefore this geometric series is convergent and hence using comparison test, direct comparison test, the given series is convergent. ഓക്കെ, ഈ രീതിയിലാണ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇതാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടെസ്റ്റാണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. ലെറ്റ് സിഗ്മ i = 1 to ∞ai ആൻഡ് സിഗ്മ i = 1 to bib സീരീസ് വിത്ത് bi greater than 0 for all i. If mod AI less than or equal to BI for all I, or if limit I tends to infinity mod AI by BI less than infinity and sigma I equal to 1 to ∞ BI is convergent, then sigma I equal to 1 to ∞ AI is convergent. അപ്പോൾ ഇവിടെ മോഡ് AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI, അതായത് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ കണ്ടീഷനും പറയുന്നുണ്ട്. അല്ലെങ്കിൽ മോഡ് AI ബൈ BI ഈ ഒരു റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിൽ ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ, അതായത് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആവുകയാണെങ്കിലും ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുകയും സിഗ്മ BI കൺവേർജൻ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള സിഗ്മ AI കൺവേർജൻ്റ് ആയിരിക്കും. ഇനി ഇതിൽ ഡൈവേർജൻസിനും കൂടി നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. AI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു BI, അതായത് തന്നിട്ടുള്ള സീരീസിലെ എല്ലാ ടേമുകളും BIസിനേക്കാളും കറസ്പോണ്ടിങ് BIസിനേക്കാളും വലുതാവുകയും അതുപോലെ ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AI ബൈ BI എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആവണമെന്നേ പറയുന്നുള്ളൂ, ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. അങ്ങനെ ആവുകയും ചെയ്യുകയും അതുപോലെ സിഗ്മ BI ഡൈവേർജൻ്റ് ആവുകയും, അതായത് ചെറിയ സീരീസ് തന്നെ ഡൈവേർജൻ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ സീരീസ് എന്താവും, ഡൈവേർജൻ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് പ്രത്യേകം ഓർത്ത് വെച്ചോളാം. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഈ കണ്ടീഷനോ അല്ലെങ്കിൽ ഈ കണ്ടീഷനോ ഉണ്ട് എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. എന്നിട്ടാണ് ഈ കൺക്ലൂഷനിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സീരീസ്, കൺവേർജൻസ് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സീരീസ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് ഉപകരിക്കുക ജോമെട്രിക് സീരീസും അതുപോലെ P സീരീസുമാണ്. ഈ രണ്ട് സീരീസുകളാണ് നമുക്കിവിടെ അറിയാവുന്ന കൺവേർജൻസ് കൃത്യമായിട്ട് അറിയാവുന്ന സീരീസുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഈ കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പോൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. സിഗ്മ I = 1 to ∞ 1/2 I - 1. അപ്പം ഇതിൽ BI എന്നുള്ളത് 1/2 I ആയിട്ട് എടുക്കുന്നു. അപ്പം ഇങ്ങനെ എടുക്കാൻ കാരണം ഇതൊരു ജോമെട്രിക് സീരീസാണ് വിത്ത് കോമൺ റേഷ്യോ 1/2 വിച്ച് ഈസ് ലെസ് ദാൻ 1. അപ്പം അതറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എടുത്തത്. അപ്പോൾ ഇനി ഇതുമായിട്ട് രണ്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നമ്മൾ AI ബൈ BIയുടെ ലിമിറ്റാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AI ബൈ BI ചെക്ക് ചെയ്യുന്നു. ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/2 I മൈനസ് I ഡിവൈഡഡ് ബൈ 1/2 I. ഇപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2 I ഡിവൈഡഡ് ബൈ 2 I മൈനസ് I. അപ്പോൾ ഇതിൽ 2 I വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് I ബൈ 2 I. ഇനി അതിൽ ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പം ഈ ടേം എന്താണ്, I ബൈ 2 I എന്നുള്ളത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ് വരിക. അപ്പോൾ എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് അതിലെ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഐയുടെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ 2 ഐയുടെ ഡെറിവേറ്റീവ് 2 I ഇൻറ്റു ln2. ഇനി ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 ബൈ ഇൻഫിനിറ്റി ഫോമിലാവും വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പം ഈ ഒരു സംഭവം 0യിലേക്ക് പോയി
പോയി. സോ 1/1 ആണ് അവിടെ നമുക്ക് ആ ലിമിറ്റായിട്ട് കിട്ടുന്നത്. വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി, ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ദെർഫോർ യൂസിങ് കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ സിഗ്മ ബി ഐ എന്ന് പറയുന്നത് ഇപ്പം ഒരു ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ 1/2 വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. സോ ഇറ്റ് ഈസ് കൺവേർജൻറ്റ് ആൻഡ് സോ യൂസിങ് കമ്പാരിസൺ ടെസ്റ്റ് ദ ഗിവൺ സീരീസ് ഈസ് ഓൾസോ കൺവേർജൻറ്റ്.